ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 18, ഒന്നാമത്തെ വായനാ ഭാഗം 2 ശമൂവേൽ 2-ാം അധ്യായം. ഇപ്പോൾ നമ്മൾ കണ്ടത് ശൗലിൻ്റെ മക്കളും ഒക്കെ മരിച്ചുപോയ സാഹചര്യം. അപ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. ദൈവം ചെല്ലാൻ പറയുന്നു. എവിടേക്കാണ് പോകേണ്ടതെന്ന് ദാവീദ് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഹെബ്രോനിലേക്ക് എന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഭാര്യമാരായ അഹീനോവും അതുപോലെ അബീഗയിൽ അവർ രണ്ടുപേരുമായിട്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഒക്കെ കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി. അവർ അവിടെ ഹെബ്രോനിലെ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദയ്ക്ക് രാജാവായിട്ട് അഭിഷേകവും ചെയ്തു. അപ്പം ഇപ്പോൾ യഹൂദ ഗോത്രത്തിന് മാത്രം രാജാവായിട്ടാണ് അഭിഷേകം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഗിലെയാദിലെ യോബൈസ് നിവാസികൾ ആയിരുന്നു ശൗലിനെ അടക്കം ചെയ്തതെന്ന് ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ഗിലെയാദിലെ യാബേസ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചിട്ട് അവരെ അയച്ചു, നിങ്ങളുടെ യജമാനായ ശൗലിനോട് ഇങ്ങനെ നിങ്ങൾ ദയ കാണിച്ചതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. അത് വലിയ നല്ലതായിട്ട് പ്രസാദകരമായിട്ട് ദാവീദിന് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും നന്മ ചെയ്യും. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പിൻ. നിങ്ങളുടെ യജമാനായ ശൗൽ മരിച്ചു പോയല്ലോ. യഹൂദഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശൗലിൻ്റെ ഒരു സേനാധിപതി നേരുണ്ട്. നേരിൻ്റെ മകൻ അബ്നേർ. നേറിൻ്റെ മകൻ എന്നായിരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. അബ്നേർ എന്ന് പറഞ്ഞാൽ നേരിൻ്റെ മകൻ തന്നെ അർത്ഥമുള്ളൂ. ശരിക്കും അബ്നേർ എന്നാണ് നമ്മൾ വായിക്കുന്നത് മകൻ്റെ പേരായിട്ട്. അബ്നേർ ശൗലിൻ്റെ മകനെ ഇവിടെ ദാവീദിനെ യഹൂദ ഗോത്രത്തിൽ ഇതാക്കിയെങ്കിൽ ശൗലിൻ്റെ മകനെ ഈശ്ബോശത്തിനെ മഹനേമിലേക്ക് കൊണ്ടുപോയി അവന് ഗിലെയാദ്, അശൂരി, ജസ്രീൽ, എഫ്രൈം, ബെന്യാമിൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേലിലേക്കും രാജാവാക്കി. അപ്പോൾ ബാക്കി എല്ലാ ഇസ്രായേലിനെയും ചേർത്ത് രാജാവാക്കി വെച്ചു. അബ്നേർ ആരെ? നമ്മുടെ ശൗലിൻ്റെ മകൻ ഈശ്ബോശത്തിനെ. ഈശ്ബോശത്ത് രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. 2 വർഷമാണ് അവിടെ രാജാവായിട്ട് വാഴാൻ സാധിച്ചത്. യഹൂദഗ്രഹം പൂർണ്ണമായിട്ടും ദാവീദിനോട് ചേർന്ന് വന്നു. ദാവീദ് ഹെബ്രോനിൽ യഹൂദയ്ക്ക് രാജാവായിരുന്നത് 7.5 വർഷമാണ്. 7.5 വർഷം. അത് കഴിഞ്ഞിട്ട് ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സെരൂയയുടെ മകനായ യോവാബ്, സെരൂയ എന്ന് പറയുന്നത് ദാവീദിൻ്റെ സഹോദരിയാണ്. സഹോദരിയുടെ മക്കൾ 3 മക്കളുണ്ട്: യോവാബ്, അബീശായി, അസാഹേൽ. അപ്പോൾ ഈ സെരൂയയുടെ മകനായ യോവാബും ദാവീദിൻ്റെ ചേവരും പുറപ്പെട്ട് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് ഈ ഈശ്ബോശത്തിനെയും അവരുടെ ചേവരെയും ആൾക്കാരെയും നേരിട്ടു. അവർ കുളത്തിൻ്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിൻ്റെ അപ്പുറത്തും നിന്നത്. അപ്പം ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പിലൊന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ അവർ സമ്മതിച്ചു. അങ്ങനെ അവർ 12 പേർ ഇവിടെ യോവാബിൻ്റെ ഭാഗത്തു നിന്നും 12 പേർ ഈശ്ബോശത്തിൻ്റെ ഭാഗത്തു നിന്ന് എഴുന്നേറ്റ് തമ്മിൽ യുദ്ധം തുടങ്ങി. 2 പേരുടെ കയ്യിലും കുന്തം വാളും ഉണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് എതിരെയാണ് വന്നത്. അപ്പോൾ 12 പേരും മറ്റേ 12 പേരോട് യുദ്ധത്തിനായിട്ട്, അല്ലെങ്കിൽ ഒരു കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലൊന്ന് ദ്വന്ദ്വയുദ്ധമോ വാളോ ഒക്കെ ചെയ്തിട്ടുള്ള യുദ്ധം തമ്മിൽ നേരിട്ട് ഒരു ഇതാണ്. അപ്പം അങ്ങനെ എന്ത് പറ്റിയെന്നറിയാമോ? അവിടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വാള് ഇപ്പുറത്ത് നിന്ന ആളും അപ്പുറത്ത് നിന്ന ആളും 2 പേരും അന്യോന്യം മുടിക്ക് പിടിച്ചു. 2 പേരും അന്യോന്യം മറ്റവൻ്റെ വയറ്റിൽ വാള് കുത്തിക്കയറ്റി, വിലാപ്പുറത്ത് വാൾ കുത്തിക്കയറ്റി ഒരുമിച്ച് 12 24 പേര് ഒരുമിച്ച് ആ സ്ഥലത്ത് മരിച്ചു വീണു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി. അബ്നേരും ഇസ്രായേലരും ദാവീദിൻ്റെ ചേവരോട് തോറ്റു. യോവാബ്, അബീശായി, അസാഹേൽ എന്നീ സെരൂയയുടെ 3 പുത്രന്മാരോടുണ്ടായിരുന്നു. അസാഹേൽ എന്ന് പറഞ്ഞാൽ കാട്ടുകഴുതയെ പോലെ ശീഘ്രഗാമി, വളരെ സ്പീഡുള്ളൊരു മനുഷ്യനായിരുന്നു. ഈ അസാഹേൽ അബ്നേരിനെ പിന്തുടർന്നു പോയി, വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ പോയി. അബ്നേർ പുറകോട്ട് നോക്കി, നീ അസാഹേലോ എന്ന് ചോദിച്ചു. അതെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുത്തനെ പിടിച്ച് അവൻ്റെ ആയുധവർഗ്ഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. പക്ഷേ അസാഹേൽ നേരത്തെ വായിച്ച പോലെ ശീഘ്രഗാമിയായിരുന്നു. അവന് വിട്ടുമാറാനും അവന് മനസ്സായില്ല. അബ്നേർ അസാഹേലിനോട്, എന്നെ വിട്ടു പോ, ഞാൻ നിന്നെ വെട്ടി വീഴിക്കുന്നതിന് പിന്നെ ഞാൻ നിൻ്റെ സഹോദരനായ യോവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും?
അബ്നേർ നല്ല വാക്ക് പറയുന്നുണ്ട്, അബ്നേർ പുറപ്പെട്ടു പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും വിട്ടുമാറാൻ മനസ്സില്ലാത്തതുകൊണ്ട് അബ്നേർ അവനെ പുറകിൽ നിന്ന് വന്നവന് പുറകോട്ട് വയറ്റിൽ കുന്തം കുത്തി. അബ്നേർ കുത്തിയ കുത്താൽ അസാഹേൽ അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് അബ്നേർ ഇങ്ങനെ കൊല്ലുമെന്ന് അറിഞ്ഞിട്ട് യോവാബും ആളുകളെല്ലാം കൂടെ പുറപ്പെട്ടു പോയി. രാത്രി മുഴുവൻ നടന്നു. പക്ഷെ അബ്നേർ വേറെ വഴിക്കായിട്ട് പോയി. അബ്നേറിനെ പിടികിട്ടാൻ കഴിഞ്ഞില്ല. അബ്നേറിൻ്റെ ആളുകളെ തോൽപ്പിക്കുകയും അതിൽ 360 പേരെ സംഹരിക്കുകയും ചെയ്തു. പക്ഷേ അസാഹേലിനെ എടുത്ത് കല്ലറയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. യോവാബിൻ്റെ ആളുകൾ രാത്രി മുഴുവൻ നടന്ന് പുലർച്ചയ്ക്ക് തിരിച്ച് ദാവീദുള്ള ഹെബ്രോനിൽ തിരിച്ചു വരികയും ചെയ്തു. അബ്നേറിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അബ്നേർ രക്ഷപ്പെട്ടു. അതാണ് നമ്മൾ ഇന്നത്തെ വായനയിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. ഈ ഹെബ്രോൻ എന്ന് നമ്മൾ വായിക്കുന്നത് സംഖ്യ പുസ്തകത്തിലും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലും ഈ ഹെബ്രോൻ്റെ പഴയ പേര് കിറിയത്ത് അർബ എന്നാണ്. കിരിയത്തിൻ്റെ പട്ടണം, കിരിയത്ത് നാളിൻ്റെ പട്ടണം, അർബ എന്ന് പറഞ്ഞ പട്ടണം, കിരിയത്ത് അർബ. അപ്പോൾ അത് നമുക്ക് നേരത്തെ പറഞ്ഞതൊന്ന് ഇപ്പോൾ ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ വായനാ ഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം. ഒട്ടുമിക്ക എല്ലാ പ്രവാചകന്മാരുടെയും ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവം കൊടുക്കുന്നത് യിരെമ്യാ പ്രവാചകൻ്റെ പക്കൽ കൊടുത്തിരിക്കുന്നത് പോലെയല്ല. യിരെമ്യാ പ്രവാചകൻ്റെ പക്കൽ കൊടുത്തിരിക്കുന്ന ദൂത് അല്ലെങ്കിൽ അരുളപ്പാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അറിയിപ്പ് എന്ന് പറയുന്നെങ്കിൽ വളരെ ശക്തമായ വാക്കുകളും ഒക്കെയാണ്. അത് വളരെ പവർഫുള്ളാണ്. വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പച്ചയായിട്ട് പറഞ്ഞുകൊണ്ട് ആ ദുഷ്ടതയ്ക്ക് തിരിച്ച് അവർക്ക് ലഭിക്കാനിരിക്കുന്ന ദുഷ്ടത മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വിഭിന്നമായി തീവ്രമായിട്ട് ഉള്ള കാര്യങ്ങൾ ജനത്തിന് കേട്ടാൽ ഭയം വരുന്നതാണ്. പക്ഷെ അവിടെ ഭയമല്ല വരുന്നത്. യിരെമ്യാ പ്രവാചകനെതിരെ ഉള്ള കോപമായിട്ടും ക്രോധമായിട്ടും പകയായിട്ടും അസൂയായിട്ടും ഒക്കെയാണ് ഇത് മാറി വരുന്നത്. ഇവിടെ നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. ആ കാലത്ത് അവർ യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും യെരുശലേം നിവാസികളുടെ അസ്ഥികളെയും ശവക്കുഴികളിൽ നിന്നെടുത്ത് തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിൻചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും മുമ്പാകെ അവയെ നിരത്തിവെക്കും. ആരും അവയെ പെറുക്കി കൂട്ടുകയോ കുഴിച്ചെടുക്കുകയോ ചെയ്യുകയില്ല. അവൻ നിലത്തിന് വളമായി തീരുമെന്ന അരുളപ്പാട്. ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷപ്പൊക്കെയും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ശേഷിച്ചിരിക്കുന്നവർ തന്നെ ജീവനെയല്ല മരണത്തെ തിരഞ്ഞെടുക്കും. നീ അവരോട് പറയേണ്ടത്, ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയേണ്ടത്, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരും. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഒരുത്തൻ വീണാൽ അവിടെ തന്നെ കിടക്കുമോ? ഒരിക്കലുമില്ല, അവിടെ നിന്ന് എഴുന്നേൽക്കും. ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ എന്നാൽ വഴിതെറ്റിപ്പോയ വഴിക്ക് അങ്ങ് പോകാമെന്ന് വിചാരിക്കും. ഇല്ല, അയാൾ വഴിതെറ്റിപ്പോയെന്ന് മനസ്സിലായിട്ട് തിരിച്ച് ശരിയായ വഴിയിലേക്ക് വരുമല്ലോ. പക്ഷേ ഈ യെരുശലേമിലെ ജനമോ ഇടവിടാതെ പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നതും മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു, അവർ നേര് സംസാരിച്ചില്ല. അയ്യോ, ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ ശക്തമായ വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അവർ പറയുന്നത്, അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു പറ്റിപ്പോയി, അയ്യോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് ഒരിക്കലും തോന്നുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല നമ്മൾ പോകുന്നത്, എല്ലാം ശരിയായിട്ടല്ല പോകുന്നത്, എല്ലാം ദൈവഹിതമുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാപവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മളിത് തിരിച്ചറിയാതെ ഇത് ചെയ്തതൊക്കെയും ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കാതെ, ഒന്ന് ശോധന ചെയ്യാതെ, ഞാൻ ആ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെട്ടത്, ഞാൻ ആ സഹോദരനോട് എങ്ങനെയാണ് സംസാരിച്ചത്, ആ സഹോദരി എന്നോട് അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് തിരിച്ചു പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിൻ്റെ മനസ്സാണോ എനിക്കുള്ളത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഈ സ്നേഹമായാലും ഒക്കെ ദൈവത്തിൽ നിന്ന് വന്നതാണ്. ആ ദൈവത്തിൽ നിന്ന് വന്ന സ്നേഹം നമ്മൾ അതുപോലെ ഉണ്ടോ? ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അവരവരുടെ ജീവിതത്തെ സംബന്ധിച്ച്. അങ്ങനെ ചിന്തിച്ച് തനിക്ക് വന്ന തെറ്റിനെയും കുറ്റത്തെയും പാപത്തെയും ഒക്കെ ബോധം വന്ന് അത് മടങ്ങി വരുവാൻ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ
ദൈവമേ എനിക്ക് തെറ്റി പറ്റിപ്പോയി, ഞാൻ ശരിയാണെന്ന് വിചാരിച്ച് അറിഞ്ഞ കാര്യം ശരിയല്ല, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, അപ്പോൾ ഞാൻ അതാണ് ശരിയെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ അത് ശരിയല്ല, ഇതാണ് ശരിയെന്ന് എനിക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. കർത്താവേ, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ തള്ളിക്കളയരുത്. ദാവീദിൻ്റെ പ്രാർത്ഥന പോലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥന. അവിടെ മാത്രമേ, വേറെ ഒരു മനുഷ്യനോട് തെറ്റ് ചെയ്ത മനുഷ്യനോട് പറയണം, അത് ശരിയായ കാര്യം, പറ്റുമെങ്കിൽ പറയണം, പറയുന്നതിന് ഒരു നാണക്കേടും വിചാരിക്കേണ്ട. പക്ഷേ അവിടെ പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞാൽ അത് മനസ്താപം, അത് അനുതാപത്തോടു കൂടി തന്നെ പറയണം. ചുമ്മാ വാക്കുകൊണ്ടുള്ള കളിയല്ല, ദൈവത്തെ പറ്റിക്കാനൊക്കില്ല. അങ്ങനെ പറയുമ്പോൾ ആ ദൈവത്തോട് നമ്മൾ പറയുന്നത്, ദൈവം നമ്മളെ ആ സഹോദരനോട് ഏതെങ്കിലും വിധത്തിൽ അത് ദൈവം നിരപ്പിച്ചുകൊള്ളും. സഹോദരനോടും സഹോദരിയോടോ നമ്മൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പോലും ദൈവം അതിന് ചെയ്യാൻ കഴിയും. പറയുന്നത് നല്ലത് തന്നെ. നമ്മൾ ഏറ്റവും നല്ലത് തെറ്റ് ആരോടോ ചെയ്തത് ആ ആളിനോട് ഞാൻ അങ്ങനെ അറിയാതെ പറ്റിപ്പോയി, ഞാൻ അപ്പോൾ ദേഷ്യത്തിന് ഞാനങ്ങനെ പറഞ്ഞു, ക്ഷമിക്കണം, ഞാനത് തെറ്റാണെന്ന് എനിക്ക് തിരിച്ചറിയും. ഇത് പറയുന്നതിന് ഒരു മടിയും വിചാരിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ ആണ് നമ്മളിവിടെ കാണുന്നത്. ആരും അയ്യോ ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്ന ആരാണ്? അവിടെയുള്ള ഈ പറഞ്ഞ പ്രവാചകന്മാർ. അവർ കള്ളപ്രവാചകന്മാരാണ് ദൈവം പറയുന്നുണ്ട്. കള്ള എഴുത്തുകോൽ, ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ച് കളഞ്ഞുവല്ലോ. അതാ പ്രമാണിമാരായിരിക്കുന്നവർ, സാധാരണ ജനങ്ങളല്ല. അവർക്ക് ഇതിനെക്കുറിച്ച് അറിവും പഠിച്ച് ന്യായമുള്ളവരാണവർ. അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവരൊരിക്കലും ലജ്ജിച്ചിട്ടില്ല, നാണം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ദൈവം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുകയാണ്. ഇത് കേട്ടാൽ മടങ്ങി വരേണ്ടതാണ്. പക്ഷേ ഒരുപാട് പ്രവാചകന്മാർ അവിടെയുണ്ട്. ഭൂരിപക്ഷം പ്രവാചകന്മാരും പറയുന്നത് യിരെമ്യാ പ്രവാചകൻ പറയുന്ന കാര്യമല്ല, അതിന് നേരെ വിരുദ്ധമായ കാര്യം. നിങ്ങളിവിടെ നമ്മൾ വായിച്ചല്ലോ, സമാധാനം തന്നെ. ദൈവം ഒന്നും ചെയ്യില്ല. ദൈവം നല്ല നമ്മൾ ഈ യിരെമ്യാ പ്രവാചകൻ പറയുന്ന പോലെ പ്രവാസത്തിലേക്കൊന്നും പോകേണ്ടി വരില്ല. നമുക്ക് ദോഷവും ഉണ്ടാകത്തില്ല, നമ്മുടെ രാജാക്കന്മാർക്ക് ഒരു ദുഷ്ടതയും ഉണ്ടാകത്തില്ല. നമുക്കെല്ലാം സേഫാണ്. നമ്മുടെ ദൈവരങ്ങളിൽ നമ്മൾ എല്ലാം സംരക്ഷിതരാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ പറയുന്നതായിരിക്കും ജനം വിശ്വസിക്കുന്നത് എന്നാണ് ഞാനും കരുതുന്നത്. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ ഒറ്റയ്ക്കിടന്ന് പറഞ്ഞു. നമ്മൾ നോഹയുടെ കാലത്ത് കണ്ടല്ലോ, നോഹയുടെ കാലത്ത് വരാനിരിക്കുന്ന പ്രളയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നോഹയുടെ ഭാര്യയും നോഹയുടെ 3 മക്കളും അവരുടെ ഭാര്യമാരും അല്ലാതെ ഒരൊറ്റ കുഞ്ഞ് എക്സ്ട്രാ കയറിയിട്ടില്ല. മൃഗങ്ങളും കാക്കയും പരുന്തും പ്രാവും മറ്റ് ജീവജാലങ്ങളും ഇഴജന്തുക്കളും മൃഗങ്ങളും ഒക്കെ പെട്ടകത്തിനകത്ത് കയറിയിട്ടും ഒരു മനുഷ്യൻ പോലും കയറാനുണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ സമയം ഓർക്കാം. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിട്ട്. യിരെമ്യാ പ്രവാചകൻ പറയുകയല്ല, യിരെമ്യാ പ്രവാചകൻ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ പ്രവാചകന്മാരും കള്ളമാണ് പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷം പേര് പറയുന്നതിനെ അവർ വിശ്വസിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ അവസാനത്തിലേക്ക് വരുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ, അവളുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലവിളിക്കുന്നു. അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശങ്ങളിലെ മിഥ്യാമൂർത്തികളെ കൊണ്ടും എന്നെ കോപിപ്പിച്ചത്. അങ്ങനെ ഒരു സ്ഥലത്ത് ദൈവം വരത്തില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല, ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കില്ല, ദൈവം അവരുടെ മുറിവിന് മരുന്ന് വെച്ച് കെട്ടുകയുമില്ല. അതാണ് ദൈവം പറയുന്നത്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. ആരാണ് പറയുന്നത്? എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഇത് ദൈവം പറയുന്നതാണോ യിരെമ്യാ പ്രവാചകൻ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. ഇത് ദൈവമാണ് പറയുന്നതെങ്കിൽ അതുപോലെ ഒരു തെറ്റ് ഇനി വേറെ വരാനില്ല. അത് നമുക്കിപ്പം ഇസ്രായേലിനെയോ യഹൂദയെ കുറ്റം പറയാം. നമ്മളിലേക്ക് നോക്കണം. നമ്മളെ നോക്കിയിട്ട് ജനത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? എൻ്റെ ജനത്തിൻ്റെ, അതായത് നമ്മൾ ഓരോരുത്തരുടെയും സംഭവിച്ചിരിക്കുന്ന മുറിവ് നിമിത്തം നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തർത്ഥം? നമ്മൾ എന്ത് ശാപഗ്രസ്തരാണ്. നമ്മൾ നേരത്തെ വായിച്ച പോലെ വിശ്വാസത്യാഗിനിയ അല്ലെങ്കിൽ വിശ്വാസത്യാഗി അല്ലെങ്കിൽ വിശ്വാസപാതകി അല്ലെങ്കിൽ വിശ്വാസപാതകൻ ആയി തന്നെ നമ്മളും നിൽക്കുകയാണ്. ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ഒരു മടങ്ങി വരവ്, എനിക്ക് തെറ്റുപറ്റിയത് ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയാനും ഒക്കെയുള്ള മനസ്സ് കാണിക്കുന്നത് ദൈവത്തിന് വളരെ പ്രസാദകരമാണ്. ദൈവം എന്താ പറയുന്നത്? 90 ആടുകളിലുള്ളതിൽ ഒരാടുകൾ ഒന്ന് തെറ്റിപ്പോയാൽ
ബാക്കി 99 കുറിച്ചല്ല, ആ തെറ്റിപ്പോയ ഒന്നിനെക്കുറിച്ചാണ് ദൈവം വിഷമിക്കുക. മടങ്ങി വന്നാലോ? നമ്മൾ മടങ്ങി വന്നത് കണ്ടു. 10 പിന്നെ 10 എന്താണ് 10 ദ്രഹ്മയല്ലേ? അല്ല, അതിൽ നിന്ന് 1 കളഞ്ഞു പോയിട്ട് കിട്ടിയപ്പോൾ 2 1 കിട്ടിയപ്പോൾ അല്ലേ എങ്ങനെയായിരുന്നു? അല്ലേ, 10 നഷ്ടപ്പെട്ടു പോയി, 1 കിട്ടിയപ്പോൾ എന്താണ്? 2 മക്കളിൽ ഒരുത്തൻ നഷ്ടപ്പെട്ടു പോയി, മൂത്തവനും ഇളയവനും. മൂത്തവൻ അപ്പം ആ ഒരുവൻ മടങ്ങി വന്നപ്പോൾ ആ അപ്പൻ്റെ സന്തോഷം എന്തായിരുന്നു? അപ്പൻ ഓടിപ്പൊന്ന് ആ വൃത്തികെട്ട ശരീരത്തോടെ, നാറ്റത്തോടെ, അല്ലെങ്കിൽ കുളിക്കാതെയൊക്കെ വന്നിട്ടുണ്ടാകും ആ മനുഷ്യൻ, ആ മകൻ വീട്ടിനകത്ത് കയറാൻ പോലും പുറത്ത് നിൽക്കുകയാണ്. ഈ അപ്പൻ എന്താ ചെയ്ത്? അപ്പൻ്റെ സ്ഥാനം നമുക്ക് ദൈവത്തെ കാണാം. മടങ്ങി വന്നതുകൊണ്ട് ഓടിച്ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവന് വിശേഷ വസ്ത്രം കൊടുത്ത് തടിച്ച ഒരു കാളക്കുട്ടിയെ അറുത്ത് വീടെല്ലാം ആനന്ദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം മറ്റേ മകൻ ചെയ്യുന്ന കാര്യം അവിടെ വിടാം, അതല്ലല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. അപ്പൻ്റെ സ്ഥാനത്ത് അപ്പൻ എന്താ ചെയ്തത്? ആ സ്ഥാനമാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്ഥാനം. ദൈവം നമ്മൾ മടങ്ങി വന്നാൽ ദൈവം വളരെ സന്തോഷിക്കും. ദൈവം നമ്മുടെ തെറ്റുകളെ പൊറുക്കും. അതുവരെ ചെയ്തതിനെല്ലാം സഹിക്കാനും മറന്നു പോകും. ഞാനത് മറന്നു കളയുമെന്നാണ് പറയുന്നത്. നമ്മൾ മറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാനൊക്കത്തില്ല. കാരണം നമ്മൾ ദൈവമല്ലല്ലോ, നമ്മളത് മനുഷ്യനായതുകൊണ്ട് നമുക്കത് വീണ്ടും അത് ഓർമ്മയിലിരിക്കും. എന്നാൽ ദൈവം പറയുകയാണ് ഞാനത് മറന്നും ഇരിക്കുന്നു. ദൈവം പറഞ്ഞാൽ പിന്നെ ദൈവത്തിന് പോലും അത് ഓർത്തെടുക്കാനൊക്കില്ല. നമ്മൾ ആ രീതിയിൽ ദൈവത്തിനെ കാണേണ്ടത്. ദൈവം പറഞ്ഞിരിക്കുകയാണ് ഞാനത് മറന്നു എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ അത് ദൈവത്തെ മറന്നു പോവുകയാണ്. കാരണം ദൈവമാണ് മറന്നു എന്ന് പറഞ്ഞത്. ദൈവത്തിന് പിന്നെ അതൊക്കെ വിചാരിച്ചാൽ പോലും ഓർത്തെടുക്കാനൊക്കത്തില്ല. അപ്പം നമ്മൾ പഴയ പാപങ്ങളും ദൈവം ഓർക്കുന്നില്ല. അത്രയും ക്ഷമിച്ചു പോയത്. പിന്നെ അവിടെ നിന്ന് പുതിയതാണ് നമ്മളിൽ വരുന്നത് എന്നാണ് ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നതും. അങ്ങനെ ആയിരിക്കാം. നമുക്ക് ഇന്നത്തെ ഈ നമ്മുടെ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം നേരത്തെ പറഞ്ഞ പോലെ ശക്തമായ വാക്കുകൾ, അതൊന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിരുത്തി വായിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം. ദൈവം എങ്ങനെയാണ് തൻ്റെ ദാസനിലൂടെ ജനത്തോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം. 3-ാമത്തെ വായനാഭാഗം മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം. റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഈ ഇസ്രായേൽ ദേശം 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിലൊരു ഭാഗമാണ് ഗലീല, അതിലൊരു ഭാഗമാണ് യഹൂദ ദേശം. അപ്പോൾ ഈ 4 ദേശങ്ങളിലും പ്രത്യേകം രാജാക്കന്മാരുമുണ്ട്. പീലാത്തോസും പിന്നെ ഹെരോദാവും ഒക്കെയാണ് അവിടുത്തെ രാജാക്കന്മാർ ഈ 2 ദേശങ്ങളിൽ. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത് ഗലീല വിട്ടിട്ട് യോർദാൻ അക്കരെ യഹൂദിയ ദേശത്തിൻ്റെ അതിരോളം ചെന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനകത്ത് ഉള്ള കാര്യത്തിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ പറഞ്ഞത്. അതിരോളം ചെന്ന് വളരെ പുരുഷാരം ചെന്നു, വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു, അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. അത് ആണ് ആദ്യത്തെ 2 വാക്യങ്ങൾ കാണുന്നത്. അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് പരീശന്മാർ തുടരെ യേശുവിൻ്റെ പുറകെയുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിൻ്റെ പുറകെയുണ്ട്. ഇവിടെ പരീശന്മാർ വന്ന് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുകയാണ്. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്നാണ്. ഭാര്യ ഉപേക്ഷിക്കുന്നത് ഏത് കാരണം കൊണ്ടായാലും ശരിയായ കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ക്രിസ്തു പറയുന്നത് ആദിയിലവൻ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നറിൽ ചെയ്തിട്ടല്ലോ ഉണ്ടല്ലോ. അതുകൊണ്ട് അവർ മേലാൽ 2 ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം ഇത് ക്രിസ്തുവിൻ്റെ വാക്കാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. അപ്പോൾ വീണ്ടും ചോദ്യം വരികയാണ്. അപ്പോൾ ഇതാണ് പരീക്ഷണത്തിൻ്റെ ഒരു പോകുന്ന വഴി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് ക്രിസ്തു അങ്ങനെ പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, എന്നാൽ മോശെ ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ക്രിസ്തു അതിന് മറുപടി പറയുന്നത്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് ഭാര്യമാരെ ഉപേക്ഷിക്കാൻ മോശെ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ്. ഉപേക്ഷിക്കപ്പെട്ടുള്ള വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ശിഷ്യന്മാർ, അപ്പോൾ ഇതാണ് അതിനെ സംബന്ധിച്ച്, ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച് ദൈവം ചെയ്ത വ്യവസ്ഥ എന്താണ്, അത് കഴിഞ്ഞ് ദൈവം മോശയ്ക്ക് കൊടുത്ത ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കൊടുത്ത അനുവാദം, അതിനെ സംബന്ധിച്ചും അതിൻ്റെ കാരണവും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഭാര്യയെ ഉപേക്ഷിക്കരുത്. പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കരുത്. അങ്ങനെ ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നവനായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ്. ശിഷ്യന്മാർക്ക് സംശയം, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ
വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. എന്നാൽ ക്രിസ്തു പറയുന്നത് വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അവിടെ മറ്റൊരു വളരെ മർമ്മമായിട്ട് കാര്യം പറയുന്നുണ്ട്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ഡന്മാരാക്കി ഷണ്ഡന്മാരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കി ഷണ്ഡന്മാരും. അപ്പോൾ 3 തരത്തിൽ ഷണ്ഡന്മാരുണ്ട്. ജനനം കൊണ്ട് ഷണ്ഡന്മാരുണ്ട്, രാജാക്കന്മാരും അധികാരസ്ഥന്മാരും ഷണ്ഡന്മാരാക്കിയ മനുഷ്യരുണ്ട്. എന്നാൽ സ്വർഗരാജ്യ നിമിത്തം ദൈവത്തെ സംബന്ധിച്ച് ഒരുവൻ സ്വയം ഷണ്ഡന്മാരാക്കി ആക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മൂന്നാമത്തേത് ശരീരത്തിൽ ഷണ്ഡന്മാരാകുന്നതല്ല, ഒരു ഷണ്ഡനെ പോലെ ജീവിക്കാൻ തീരുമാനമെടുക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം. അങ്ങനെ സ്വർഗരാജ്യ നിമിത്തം, ദൈവരാജ്യ നിമിത്തം, ദൈവത്തെ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കി ഷണ്ഡന്മാരുമുണ്ട്. അത് മറ്റതുപോലെ ശരീരത്തിൽ ഒരു ഛേദം ചെയ്തിട്ട് ഷണ്ഡൻ ആകുന്നതല്ല, മറിച്ച് ഒരു ഷണ്ഡനായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണോ ജീവിക്കേണ്ടി വരിക അതുപോലെ ജീവിക്കാൻ സ്വയം തീരുമാനിച്ച ആളുകളെ സംബന്ധിച്ചാണ് മൂന്നാമത് പറയുന്നത്. അത് ദൈവരാജ്യ നിമിത്തമാണ്, ദൈവത്തെ നിമിത്തമാണ്. ഞാൻ അതിനെല്ലാം വിട്ട് ഭാര്യയെ പരിഗ്രഹിക്കാതെ എനിക്ക് വിവാഹം വേണ്ട എന്നൊക്കെയും വിചാരിച്ച് ദൈവകാര്യങ്ങളിൽ മാത്രം. ഇപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ? തൻ്റെ ആത്മീയ ജീവിതം തന്നെ വഴിതെറ്റി വേറെ വഴിക്കൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തീരുമാനമെടുത്തവരുണ്ട്. ഈ സഭകളൊക്കെ നിർബന്ധമായും ഈ അച്ഛനാകുന്നവരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന പോലെയല്ല. അവിടെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അച്ഛന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം കാണും, അല്ലെങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ കാണും. പക്ഷേ അത് സഭയുടെ നിർബന്ധത്താൽ വിവാഹം കഴിക്കുക. ഇതങ്ങനെയല്ല, സ്വയം തന്നെ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അയാൾക്ക് കഴിയും. അപ്പോൾ അങ്ങനെ എടുക്കുന്നവരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഗ്രഹിപ്പാൻ മനസ്സുള്ളവൻ ഗ്രഹിക്കട്ടെ എന്നാണ്, കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്നാണ്. അപ്പോൾ എന്താണ് ആ ഗ്രഹിക്കാനുള്ള കാര്യം എന്നുള്ളതാണ് ഞാനിപ്പം വിശദീകരിച്ചത്. പിന്നെ ചില കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്, ശിഷ്യന്മാർ വിലക്കുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തു പറയുന്നത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ല. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ചില അധ്യായത്തിന് മുമ്പ് വായിക്കുന്നുണ്ടായിരുന്നു, ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ഇവിടെ അതാ പറയുന്നത് ഇങ്ങനെയുള്ളവരുടേതാണ്. അപ്പോൾ മനുഷ്യൻ എത്ര പ്രായമായാലും ശിശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്ന, ശിശു എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തവനും അറിവില്ലാത്തവനും അർത്ഥത്തിലല്ല, ശിശുവിന് ചില കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തതയുണ്ട്. അതുപോലെ ആകുന്നൊരു മനസ്സോടുകൂടി ദൈവരാജ്യത്തെ കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളെ കണ്ടാൽ മാത്രമേ അവന് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണെന്ന് പറയുന്നു. നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് മറ്റൊരുത്തൻ്റെ ചോദ്യം. അതും ഒരു ചോദ്യമാണ്. അപ്പോൾ അവിടെ ക്രിസ്തുവിനെ നല്ല ഗുരു അവിടെ എന്താണ് അവിടെ നല്ല ഗുരു എന്ന, പക്ഷെ വേറെ ഭാഗത്ത് നല്ല ഗുരു എന്നങ്ങാണ്ട് ഇവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പം യേശുക്രിസ്തു തിരിച്ചു ചോദിക്കുന്നത്, അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവൻ കിടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. യേശു പറഞ്ഞു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഇതൊക്കെ തന്നെ. ഇതൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇനി എന്ത് കുറവാണ് എനിക്കുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു പറയുന്ന, സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിൻ്റെ ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിനക്ക് നല്ല നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാൻ പറയുന്നു. പക്ഷേ ഇയാൾ നല്ല സമ്പത്തുള്ളവനായതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഈ വചനം കേട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ക്രിസ്തു പറയും, ദൈവരാജ്യത്തിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് പറയുന്നുണ്ട്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് പറയുന്നു. അപ്പം ക്രിസ്തു ശിഷ്യന്മാർ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്കും കഴിയില്ലല്ലോ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കാൻ, രക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തു പറയുന്നൊരു പോയിൻ്റ്, അവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ്, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. ഈ വാക്യമൊക്കെ മറ്റു പലയിടത്തുമൊക്കെ മറ്റ് പല കോണ്ടെക്സ്റ്റുകളിലും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താണെന്ന്, മനുഷ്യനാൽ അസാധ്യമായ കാര്യമാണ്. മനുഷ്യൻ എത്ര വിചാരിച്ചാലും
ഈ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് കടന്നു വരുന്ന കാര്യത്തിന് ഒരു സാധ്യതയുമില്ല. ഇപ്പോഴും നമുക്കറിയാം യേശുക്രിസ്തു മാത്രമാണ് ഇതുവരെ ആ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിലേക്കുള്ള യോഗ്യത പ്രാപിച്ച് ഉള്ളത്. ആ ദൈവരാജ്യം ഇതുവരെ സ്ഥാപനമായിട്ടില്ല എങ്കിലും അതിന് ആ ഒരു എക്സാം വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം, ആ ഒരു പരീക്ഷ പാസ്സായിട്ടുള്ളത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇനി യേശുക്രിസ്തുവിനെ അതിനെ സംബന്ധിച്ച് അത് ലഭിക്കുമോ ഇല്ലയോ ചോദിക്കേണ്ട കാര്യം യേശുക്രിസ്തുവിന് ലഭിച്ചു. പക്ഷേ അത് ദൈവരാജ്യം സ്ഥാപിതമായിട്ടില്ലാത്തത് കൊണ്ട് അതായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ സഹായമില്ലാതെ മനുഷ്യരിനെ എത്ര കടന്ന് അധ്വാനിച്ചാലും ദൈവം സഹായിച്ചാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഇനി മനുഷ്യൻ കൊള്ളരുതാത്തവനായിരുന്നാലും അവനെയും അതിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിലാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അപ്പോൾ അതിനകത്ത് ഒരു വലിയ ആശയം അതിനകത്തുണ്ട്. അത് ഒരുപാട് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു വാക്യം തന്നെയാണ് ആ 26-ാമത്തെ വാക്യം. അപ്പോൾ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിക്കുന്നല്ലോ, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിക്കുമ്പം, നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. ഇതാണ് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്നാണ് ക്രിസ്തു അവരോട് പറയുന്നത്. അപ്പോൾ എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. അപ്പോൾ ആദ്യം വന്നവനും പിന്നെ വന്നവനും ഒന്നുമില്ല. ആദ്യം വന്നവനൊക്കെ പിമ്പനാകും, പിമ്പേ വന്നവനൊക്കെ ആദ്യമാകും. അപ്പോൾ അവരവരുടെ ജീവിതമാണ് അവർ ഓരോ നിലവാരത്തിലെത്തുന്നത്. ഇപ്പോൾ പരീക്ഷയിലിപ്പം ആദ്യം വന്നവനൊന്നും അല്ല, വന്നവരെക്കാളും ഇപ്പം നമുക്ക് പല റെക്കോർഡുകളും തകർക്കുന്നത് നമുക്ക് കാണാം. ഓട്ടത്തിൻ്റെ റെക്കോർഡ്, മാർക്കിൻ്റെ റെക്കോർഡ്. അപ്പോൾ ആദ്യം വന്നവർ 600-ൽ 550 മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വന്ന കുട്ടികളൊക്കെ 600-ൽ 1 മാർക്ക് 2 മാർക്ക് ഒരു വ്യത്യാസത്തിൽ ജയിച്ചിട്ടുള്ളത് കാണാം. അപ്പോൾ ആദ്യം വരുന്നതിൽ കാര്യമില്ല. അപ്പം അതുപോലെ തന്നെയാണ് റെക്കോർഡുകൾ തകർക്കപ്പെടുന്നത്. പല റെക്കോർഡുകളും ഓരോ വർഷവും ഒളിമ്പിക്സിലും ഏഷ്യാഡിലും ഒക്കെ തകർക്കപ്പെടുന്നുണ്ട്. അത് ആദ്യം വന്നവനല്ല, ആദ്യം വന്നവനേക്കാളും പിമ്പേ വന്നവർ മുമ്പന്മാരാകും. അത് ഈ ദൈവരാജ്യം സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാനത് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരും. കാരണം വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ബൈബിളിലെ സത്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ജനറലായിട്ട് ഇന്ന് ലോകത്താകമാനമുള്ള ഒരു സംഗതിയിലല്ല. അതിലൊക്കെ നിന്നാൽ എല്ലാം അവിടെ ഉണ്ടാകും. പക്ഷേ ബൈബിളിൻ്റെ യഥാർത്ഥ സത്യത്തിലേക്കും വിശ്വാസത്തിലേക്കും വരുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, സ്വന്തം അപ്പനെ വിടേണ്ടി വരും, സ്വന്തം അമ്മയെ നഷ്ടപ്പെടും, സ്വന്തം സഹോദരനെ നഷ്ടപ്പെടും, സഹോദരനെ നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. സ്വന്തം വസ്തുവകൾ നഷ്ടപ്പെടാം, ഒക്കെയും നഷ്ടപ്പെടാം. പക്ഷേ അവിടെയൊക്കെ 100 മടങ്ങ് ലഭിക്കുമെന്നാണ്. അത് വേറൊരു ഭാഗത്ത് പറയുന്നത് ഈ ലോകത്തിലും വരുവാനിരിക്കുന്നതിലും എന്നാണ്. ഈ ലോകത്തിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു സഹോദരനും സഹോദരിയുമാണുള്ളത്. അപ്പം ഞാൻ ഈ ദൈവിക വിശ്വാസത്തിലേക്ക് വരുമ്പം ഈ വിശ്വാസത്തിലുള്ളവർ എല്ലാവരും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. അങ്ങനെ എനിക്ക് 100 മടങ്ങ് 1000 മടങ്ങ് സഹോദരന്മാരും സഹോദരിമാരും. എനിക്ക് രക്തബന്ധത്തിൽ എനിക്ക് 2 സഹോദരങ്ങളാണുള്ളത്. പക്ഷേ എനിക്ക് ആത്മബന്ധത്തിൽ ക്രിസ്തു എന്ന ആ ഒരു വ്യക്തിയിലൂടെ വിശ്വസിച്ച് ദൈവത്തിലേക്ക് വന്ന എനിക്ക് 100 കണക്കിന് 1000 കണക്കിന് സഹോദരന്മാരും ലോകത്താകമാനമുള്ളത്. അത് അവിടെ പറയുന്നത് വേറൊരു ഭാഗത്ത് പറയുന്നത് ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അധികം മടങ്ങ് തരുമെന്നാണ്. ഇപ്പോൾ ദൈവരാജ്യത്തിലെത്തുമ്പോൾ എന്താണ് അവസ്ഥ? അവിടെ എത്തുമ്പോൾ എല്ലാവരും സഹോദരന്മാരാണ്. അവിടെ ഇതുപോലല്ല, ഇതിനേക്കാളും എത്രയോ മടങ്ങ് സഹോദരന്മാരെ അവിടെ ലഭിക്കും. കാരണം ഇനിയും വരാനിരിക്കുകയാണ്. ഇതുവരെയും സഹോദരന്മാരെ ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ സഹോദരന്മാർ ഈ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലം ഇനി സമ്പൂർണ്ണമാകുമ്പോൾ, ഇനി എത്ര നൂറ്റാണ്ട് കഴിയുമെന്നോ എത്ര വർഷം കഴിയുമെന്നോ എത്ര സഹസ്രാബ്ദം കഴിയുമെന്നോ എനിക്കറിയില്ല. ഈ ദൈവരാജ്യം അല്ലെങ്കിൽ നിത്യജീവൻ്റെ ആ ഒരു ന്യായവിധിയുടെ സമയമാകാൻ, ആ സമയമാകുമ്പോൾ ഇപ്പോൾ എനിക്കുള്ള സഹോദരന്മാരെക്കാളും വലിയ അളവിലുള്ള സഹോദരന്മാർ ആ ദൈവരാജ്യം സ്ഥാപിതമാകും. അപ്പോൾ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും സഹോദരന്മാരെ അനവധിയായി ലഭിക്കുമെന്നാണ് ക്രിസ്തു പറയുന്നത്. ഈ ഭാഗത്ത് അങ്ങനെ പറയുന്നില്ല എങ്കിലും. താങ്ക് യു. ഇന്നത്തെ ഈ വിവരണങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നന്മയും
കരുണയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനിടയാകട്ടെ. കൂടുതൽ ശ്രദ്ധാലുവായി ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നന്ദി.